ഇന്ന് ജൂലൈ 2-ാം തീയതി. നാളെ രാവിലെ 7 മണിക്കാണ് ബാംഗ്ലൂരിലെ യശ്വന്ത്പൂർ സ്റ്റേഷനിൽ നിന്നും നമ്മളുടെ യാത്ര. കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ് നമ്മൾ നാട്ടിലെത്തിയത്. നാട്ടിൽ കാലുകുത്തിയത് മുതൽ നമ്മൾ ഈ മഴയുടെ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മാടെയും പെങ്ങളുടെയും സ്നേഹം കൊണ്ടുണ്ടാക്കിയ ആ സദ്യ, ആ രുചി ഇഞ്ഞു കുറച്ച് നാളത്തേക്ക് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ബക്കറ്റ് ലിസ്റ്റിൽ പല പരിപാടികളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആകെ കണ്ടത് നമ്മൾ കൊച്ചി മാത്രം. കൊച്ചിയുടെ സൗന്ദര്യവും പിന്നെ ഭക്ഷണവും, ആ രുചി നമ്മൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. കൊച്ചി, ഞാൻ തിരിച്ചു വരും, നിന്നെ ഒന്ന് ശരിക്കും ആസ്വദിക്കാൻ. സമയം എങ്ങനെ പോയതെന്ന് തന്നെ മനസ്സിലായില്ല. കേരളം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമം. അവസാനം ബാംഗ്ലൂരിലേക്കുള്ള വണ്ടിയും നമ്മൾ പിടിച്ചു. ബാംഗ്ലൂർ എത്തിക്കൊണ്ടിരിക്കെ ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ നാട്ടിലെ പച്ചപ്പും അശുദ്ധവായുവും, പിന്നെ സമാധാനം. എല്ലാം ഒരു ഓർമ്മ മാത്രമായി മാറി. ഈ തിരക്കുള്ള നഗരത്തിൽ എത്തിച്ചേർന്ന പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെ പോലും വിലയില്ലാത്ത ഒരു നഗരമായിരുന്നു. എന്നാലോ ഈ പാവം തെരുവ് പട്ടികളായിരുന്നു എനിക്ക് കുറച്ച് സ്നേഹം കാണിച്ചത് തന്നെ. സമയമായി സുഹൃത്തുക്കളെ, ഡൽഹി നമ്മളെ വിളിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഇടയിലാണ് ഞാൻ. അങ്ങനെ ഫൈനലി ഗൈസ്, നമുക്ക് നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. ഓൾമോസ്റ്റ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അധികം ഇല്ല നമ്മൾ സാധനങ്ങൾ. അങ്ങനെ ഒരു സൂട്ട് കേസും പിന്നെ ഒരു ബാക്ക് പാക്ക്, എൻ്റെയും ഒരു ബാക്ക് പാക്ക് യാവിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം സാധനങ്ങളൊന്നും നമ്മളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, പിന്നെ നമ്മൾ ഇവിടുന്ന് 3-ാം തീയതി രാവിലെയാണ് 7 മണിക്കാണ് നമ്മളുടെ ട്രെയിൻ. യശ്വന്ത്പൂർ എന്തോ എക്സ്പ്രസ് എങ്ങാണ്ടാണ്, പേര് പോലും ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ട്രെയിൻ അത്. ഞാൻ അവിടെ ആ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അറിയാം, കാരണം അത് ഋഷികേശിലേക്ക് പോണ ട്രെയിനാണ്. അപ്പോൾ ഈ UP-കാരും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവും. ക്ലെൻലിനെസ് എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. AC 3-ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തന്നെ. 3 ചെയർ കൊണ്ട് ചിലപ്പോൾ അത് ക്ലീൻ ആയിരിക്കും, പക്ഷേ മംഗളമാതിരി ആവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ വന്നപ്പോൾ മംഗള എക്സ്പ്രസ്സിലായിരുന്നു. അത് പിന്നെയും കുറച്ച് ക്ലീൻ ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും ക്ലെൻലിനെസ് ഇല്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞാലും അവരപ്പം തന്നെ നെക്സ്റ്റ് സ്റ്റേഷനിൽ അത് ക്ലീൻ ചെയ്തിരുന്നു. ഈ ട്രെയിനിൻ്റെ എനിക്കറിയില്ല, കാരണം ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പ്രസ്സിൽ സ്പെഷ്യൽ ട്രെയിനിൽ പോണത് തന്നെ. അപ്പോൾ നമ്മൾ 5-ാം തീയതി രാവിലെ 2:45 ട്രെയിൻ എത്തുമെന്ന് പറയണത്. എനിക്ക് തോന്നുന്നത് 3 ചിലപ്പോൾ 4 മണിയാവാൻ വഴിയുണ്ട്. കാരണം ഈ ട്രെയിനിൻ്റെ ഞാൻ ഹിസ്റ്ററി നോക്കിയപ്പോൾ എനിക്കൊന്നും കാണാൻ കിട്ടിയില്ല. കാരണം യൂട്യൂബിലും നമ്മൾക്ക് റിസർച്ച് ചെയ്യാമല്ലോ കുറേ. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ട് നോക്കിയപ്പോൾ ഒന്നും അതിൽ കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത ട്രെയിനാണ്, പക്ഷേ നമുക്ക് ടിക്കറ്റ് കിട്ടാണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തത്. ഞാനും പാമും എടുത്തത്. പാം എനിക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി വരുന്നുണ്ട്. അയ്യോ, സമയം ഇപ്പോൾ 4:30 അപ്പോൾ യാവിൻ്റെ സ്കൂൾ തുറക്കണം എന്ന് പറഞ്ഞാൽ 7-ാം തീയതി 9-ാം തീയതി ഒന്ന് അവൻ്റെ സ്കൂൾ തുറക്കണത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എത്തണം. അപ്പോൾ ഈ ഒരു ട്രെയിൻ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ബാക്കി കേരള എക്സ്പ്രസ്സും മംഗള എക്സ്പ്രസ്സും എല്ലാതും ഫുള്ളായിട്ട് പോകുന്നത്. പിന്നെ രാജധാനി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വില. രാജധാനിക്ക് 5000-6000 റുപ്യ കണ്ടിട്ട്, കാരണം ഡൈനാമിക് പ്രൈസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര വില രാജധാനിക്ക്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റിൽ ഇതന്നെ എടുത്തു. ഇതിനത്ര ഓൾമോസ്റ്റ് 3000 റുപ്യോളറ്റായി. 2800 റുപ്പീസ് കണ്ടായി ഇതിന്. എനിവേസ് അതെടുത്തു നമ്മൾ. ഫൈനലി ഇപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കേരളം വിട്ടിട്ട് ബാംഗ്ലൂരിൽ വന്നപ്പോൾ കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ പേഴ്സണൽ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാംഗ്ലൂരിൽ വന്നിട്ട് ആക്ച്വലി ഉണ്ടായിരുന്ന സമയം വേസ്റ്റായത്, ടോട്ടലി വേസ്റ്റായിരുന്നു. കാരണം
ഇവിടെ ഒന്നാമത്തെ അധികമൊന്നുമില്ല. ഇപ്പോൾ ഈ ആൾക്കാർ ഈ ഹൈപ്പ് ചെയ്തിരിക്കണത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അധികമൊന്നും എനിക്ക് യാതൊരു ഇതും ഞാൻ കണ്ടില്ല ഇവിടെ. ഐ മീൻ ചിലവർക്ക് ചിലപ്പോൾ ബാംഗ്ലൂർ ഇഷ്ടമായിരിക്കും, ഞാൻ പറയണില്ല എന്നില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അധികമായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. പോകേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്, ചില സ്ഥലത്ത് പല വേറെ സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ അതിനുള്ള നമ്മൾക്ക് ആ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. സത്യം പറഞ്ഞാൽ ഞാൻ 2-3 ദിവസത്തിന് ഞാൻ ബോറടിച്ച്, വേറെ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ 2-3 എക്സ്പീരിയൻസസ് എനിക്കുണ്ടായി. ഒന്ന് മെട്രോയിൽ വെച്ചിട്ട് തന്നെ ഒരാൾ എന്നോട് കന്നഡ സംസാരിച്ചതും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടൊരു എപ്പിസോഡ് അതുമാതിരി ഉണ്ടായിരുന്നു. അത് അന്ന് ഞാൻ യാവിൻ്റെ ഒപ്പം പോയപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല. ആ കഥ ഞാൻ പിന്നെ പറഞ്ഞു തരാം, ആ ഡൽഹിയിൽ എത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഈ 2-3 എപ്പിസോഡ്സൊക്കെ നടന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്തു. ഹേർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്കതൊരു വല്ലാത്തൊരു മെമ്മറി ആയിട്ടാണ് നമ്മൾക്കത് ഫീൽ ചെയ്യുക, മനസ്സിലായില്ല. ആൻഡ് നമ്മൾ കുറച്ച് ഇമോഷണലാവും അങ്ങനത്തെ ഒരു കാര്യത്തിൽ. എനിക്ക് റിയാക്ട് ചെയ്യായിരുന്നു, നല്ലോണം റിയാക്ട് ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ കൊച്ചിൻ്റെ ഒക്കെ ഒപ്പം ഉള്ളപ്പോൾ പിന്നെ നമ്മളത് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് വി ഹാവ് ടു തിങ്ക് റാഷണലി, അല്ലാണ്ട് മൈൻഡ് വെച്ചിട്ട് നമ്മൾ ആലോചിക്കണം. അല്ലാണ്ട് ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് പോലുമല്ല, ആരെന്താ ചെയ്യാമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. സോ ദാറ്റ്സ് വൈ അങ്ങനത്തെ 2-3 എക്സ്പീരിയൻസസ് കാരണം എനിക്കത് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ തിരിച്ചെത്താമെന്ന് ഉള്ള ഇതിലായിരുന്നു ഞാൻ. ഡൽഹിയിൽ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഡൽഹിയിൽ പക്ഷേ ഇങ്ങനെ ഭാഷയുടെ ഇതിലല്ല ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പക്കാലം ഉള്ള സമയത്ത് ഡൽഹിയിൽ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മദ്രാസി എന്നൊക്കെ വിളിച്ചിരുന്നു അവിടുത്തെ നോർത്ത് ഇന്ത്യൻസ്. അത് നമ്മളെ കളിയാക്കിയിട്ടുണ്ട് കുറേ ആൾക്കാർ അങ്ങനെ. പക്ഷേ ഇന്ന് ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു 5-6 മാസം ആവാറായി. ഒക്ടോബറിലല്ലേ വന്ന് ഞാൻ 5-6 മാസം കഴിഞ്ഞു. ഒരു പ്രാവശ്യം പോലും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ ഇതോ ആരുടെയൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് അത് വളരെയധികം കുറഞ്ഞിരിക്കുക. എൻ്റേത് പോട്ടെ, ഈവൻ എൻ്റെ വൈഫിൻ്റെ അവരുടെ ആൾക്കാരെ വരെ അവർ കുറേ കളിയാക്കിയിട്ടും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, എന്നാലും ഉണ്ടാവും 1-2 തെണ്ടികൾ അങ്ങനെ ഉണ്ടാവും. സോറി ഫോർ മൈ ലാംഗ്വേജ്. പക്ഷേ വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്ന് ഇന്ന് ആ സോഷ്യൽ മീഡിയ അവയർനെസ്സും ഇതൊക്കെ കാരണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൽ ഇവർ ഭയങ്കര ഒരു ഇതാക്കിയിട്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഫേസ് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നത്. ഞാനിത് ന്യൂസിൽ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ സ്വന്തം ഇത് 2 പ്രാവശ്യം ഞാനത് ഫേസ് ചെയ്തു. ഞാൻ അവോയ്ഡ് ചെയ്താണ് അത്. അല്ലെങ്കിൽ എനിക്കും റിയാക്ട് ചെയ്യായിരുന്നു. നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം കൂടുള്ളൂ. അപ്പം ഞാനത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ഒന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വെൽക്കം ചെയ്യണില്ല ഇവർ. നമ്മൾ ഇപ്പോഴും പുറത്തെ ആൾക്കാരായിട്ട് കാണുന്നത്. ചിലപ്പോൾ ഞാൻ മലയാളം സംസാരിച്ചാൽ ചിലപ്പോൾ ആൾ എന്നോട് അങ്ങനെ റിയാക്ട് ചെയ്യില്ലായിരിക്കും. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് മാത്രം അത് ഒരു വലിയ കാര്യമായിട്ടാണ് അവർ കരുതിയത്. പ്ലസ് ഇംഗ്ലീഷുള്ള ഹിന്ദി സംസാരിച്ചുകൊണ്ടു. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇവിടെ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കാമെന്ന് പറഞ്ഞാൽ ഞാനത് ക്യാൻസലേ ചെയ്തു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയണത് എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറയണത്. ഇവിടെ ഒരിക്കലും ഞാൻ കറങ്ങാനൊക്കെ വരും ഞാൻ. പക്ഷേ ഇവിടെ ഞാൻ ജോലിയൊന്നും അല്ലെങ്കിൽ താമസിക്കാനുള്ള പരിപാടി എനിക്കില്ല. ഒന്നാമത് ഭയങ്കര എക്സ്പെൻസീവ്, അത് വേറെ കാര്യം. ഇന്നലെ മട്ടൻ മേടിക്കാൻ പോയി അതിന് തന്നെ 800-850 റുപ്യൊക്കെയാണ് കിലോ. നമുക്ക് ഡൽഹിയിൽ 400-500 റുപ്യക്ക് അത് കിട്ടും. അപ്പോൾ ഇനിയും ഇതിനെപ്പറ്റി പറയുന്നത് വെച്ചാൽ അധികം പറഞ്ഞാൽ പിന്നെ അത് ബോറായി തുടങ്ങും. എനിക്ക് മതിയായി, സത്യം പറഞ്ഞാൽ എനിക്ക് മതിയായി. അപ്പോൾ ഇവിടെ ഇനിയും നിൽക്കണ യാതൊരു പ്ലാനൊന്നുമില്ല. ഇപ്പം എൻ്റെ വൈഫിനോട് ഞാൻ സംസാരിച്ചു, ആളും അതെ. ഇപ്പോൾ ആൾക്കും അത്രയും താല്പര്യമൊന്നുമില്ല ഇപ്പം. അപ്പോൾ ഒരു കൊല്ലത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കും തോന്നുന്നില്ല. അവൾ നിൽക്കണമെങ്കിൽ നിൽക്കും, അല്ലെങ്കിൽ പിന്നെ ഡൽഹിയിൽ അവളുടെ സെയിം ഈ കമ്പനിയുടെ ഡൽഹിയിൽ ഇപ്പോൾ തുറക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തുറക്കണം എന്ന് വെച്ചാൽ അത്രയും നല്ലത്, നമ്മൾക്ക് പിന്നെ കുഴപ്പമില്ല. പിന്നെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നാട്ടിൽ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടിയാണ്. അത് നിങ്ങളെൻ്റെ ഇൻട്രോയിൽ വെച്ചിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എനിക്ക് ആ ഫീലിംഗ് ഇപ്പോൾ നാടിനോട് ഭയങ്കരമായിട്ട് കവഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സോ ഐ പ്ലാൻ ടു ഡു ദാറ്റ്. എനിക്ക് അതുതന്നെ ചെയ്യുന്നുണ്ട് നാട്ടിൽ വെച്ചിട്ട് തന്നെ. ആൻഡ് ഓഫ് കോഴ്സ് എന്തെങ്കിലും ഒരു എയർബിഎൻബിയോ അല്ലെങ്കിൽ ഫാം ഹൗസോ അതെങ്ങാനും ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ സമയമുണ്ട്, കാരണം പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാർച്ച് വരെ അവളുടെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്കും ഇടയ്ക്ക് വെച്ചൊന്ന് പോയി വരാം. അപ്പോൾ മമ്മിനോടും സംസാരിച്ചു, പെങ്ങളോടും സംസാരിച്ചു. നല്ല ഐഡിയ എന്ന് എല്ലാവരും പറഞ്ഞു. അധ്വാനമുണ്ട്, ഇല്ലയെന്നില്ല. നമ്മൾ ട്രൈ ചെയ്യാണ്ട് നമ്മൾക്ക് ഒന്നും പറയാനും പറ്റില്ലല്ലോ.
അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് കടക്കാമെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും കുറേ ആൾക്കാർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ നല്ല പരിപാടികളുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ന്യൂസിൽ തന്നെ ഞാൻ കണ്ടു, കൊച്ചിയിൽ യൂസഫ് അലി യൂസഫ് അലി സാറ് നമ്മുടെ IT-യുടെ വലിയൊരു ഹബ്ബൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട് പുരോഗമിക്കുന്നുണ്ട് ഭായി. അല്ലാണ്ട് നമ്മൾ വേറൊരു രാജ്യത്തോ അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ ചെന്നിട്ട് ജോലി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ആവശ്യമില്ല. നമ്മുടെ നാട് തന്നെ നന്നാവും, ഇല്ലയെന്നല്ല. എനിക്കറിയാം പലർക്കും പല വ്യത്യാസങ്ങളും ഇതൊക്കെ തോന്നുന്നുണ്ടാവും. നമ്മുടെ കേരളം ഇപ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയല്ല. ശരിയാണ്, കുറേ ആൾക്കാർ പുറത്ത് പോയോണ്ടുണ്ട്, കാരണം ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് കേരളം വളരെയധികം പുരോഗമിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ദ നെക്സ്റ്റ് ലെവൽ. ഇപ്പം ഞാൻ തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ്, ഈ ചേഞ്ചസ് വരുന്നതിന് വളരെ ചെറുതായിട്ടാണ് ഈ ചേഞ്ചസ് വരാം. അപ്പോൾ നമ്മളുടെ നാട്ടിനെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ലോസ് വാട്ട് വി ക്യാൻ ഹാവ് ആസ് ഫar ആസ് ഈവൻ ദി സ്റ്റേറ്റ് ഓൾസോ. സ്റ്റേറ്റ് മാത്രമല്ല, നമ്മുടെ നേഷനായിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷേ എനിക്കൊന്ന് കേരളത്തിൽ വെച്ചിട്ട് തന്നെയാണ് എൻ്റെ ഫ്യൂച്ചർ ഉള്ളത്. കാരണം കേരളം ഇപ്പോഴും ഒരു യങ് സ്റ്റേറ്റാണ് ആൻഡ് ഇറ്റ് ഈസ് റിയലി ഗ്രോയിങ് ഫാസ്റ്റ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല പാക്കിങ്ങിൻ്റെ ഇതിലൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ 4:30 5 മണിക്ക് കണ്ട് ഇനി അത് വേറൊരു ടെൻഷനാട്ടോ. എനിക്ക് അതിനെ പറ്റിയിട്ട് അറിഞ്ഞില്ല. ഇവിടെ ടാക്സി കിട്ടില്ലെന്ന് ആ സമയത്ത്. പിന്നെ ഇവിടുത്തെ യശ്വന്ത്പൂർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഓൾമോസ്റ്റ് 25 കിലോമീറ്റർ 25 കിലോമീറ്റർ ഇവിടെ 250 കിലോമീറ്റർ മാതിരിയാണ്. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ അതും വേറൊരു ചെറിയ പേടിയുണ്ട്, വരില്ലെന്ന്. ഞാൻ പറഞ്ഞ് വരുന്നതാണ്, കുഴപ്പമില്ല, നമുക്ക് ഊബർ അല്ലെങ്കിൽ ഓല വിളിക്കാം, അങ്ങനെ വരുന്നു. ദൈവം സാക്ഷി, ലെറ്റ്സ് സി. നാളെ അത് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നാളത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ട്രെയിൻ അങ്ങോട്ട് മുതലുള്ള വ്ളോഗായിരിക്കും. പിന്നെ ട്രെയിനിൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ യെസ്, ഞാൻ ട്രൈ ചെയ്യും ഡെയിലി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ എൻ്റെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാട്ടിലേക്ക് വന്നേ പിന്നെ എനിക്കതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. കാരണം ട്രെയിൻ ജേണി മുതൽ 9-ാം തീയതി മുതലുള്ള ട്രെയിൻ ജേണി കഴിഞ്ഞ മാസം മുതൽ ഇന്ന് വരെ ഞാൻ ആക്ച്വലി ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എൻ്റെ യൂട്യൂബിൻ്റെ ഗ്രോത്തും നല്ലോണം നടന്നിട്ടുണ്ട്. സോ ഐ ആം റിയലി പ്രൗഡ് ഓഫ് വാട്ട് ഐ ഡിഡ് ഇൻ ദിസ് ലാസ്റ്റ് 25 to 30 days വിച്ച് ഈസ് റിയലി ഗുഡ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ്സ് എന്നെ ഇപ്പോൾ ഒരു എന്താണ് പറയുക, ഡെയിലി നമ്മൾ ചെയ്യണോണ്ട് അതൊരു പ്രാക്ടീസ് തന്നെ ആയി മാറി. അതെന്ന് വെച്ചാൽ ഒരു ഹാബിറ്റായിട്ട് മാറി. അപ്പോൾ അത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ഈ വെക്കേഷൻ നമ്മൾ വന്നത് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗിങ് ഞാൻ ഡെയിലി വ്ളോഗർ ആക്കാനുള്ള ഇത് പരിപാടിയാണ്. 365 ഡേയ്സിൻ്റെ ചാലഞ്ച് ഞാനിപ്പോൾ എടുക്കുന്നു. ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ എടുക്കുന്നു. കാരണം 365 ഡേയ്സ് നമ്മൾ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അതൊരു ചാലഞ്ചായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അത് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ചാലഞ്ചിനത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ഒരു സാധനങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ബിൽഡ്സ് യുവർ കോൺഫിഡൻസ് ലെവൽ ഓൾസോ. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്രമാത്രം. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇഫ് യു ലൈക്ക് ദിസ് വ്ളോഗ്, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബൈ.